കവിതയുടെ പുതിയ മുഖമായ അനിത തമ്പിയുടെ കവിതയാണ് ആലപ്പുഴ വെള്ളം. ആലപ്പുഴക്കാരിയായ എഴുത്തുകാരി അവരുടെ കവിതയിൽ സ്വന്തം നാടിനെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ ഈ ആലപ്പുഴ വെള്ളം കവി തന്നെയാണ്. അവരുടെ ആത്മാംശമാണ് കവിതയിൽ പല ഭാവങ്ങളായി തെളിയുന്നത്. കുമാരിയുടെ രാത്രിമഴ പോലെ കവി അതിനകത്ത് പറയുന്നുണ്ട്, ഞാനും ഇതുപോലെ രാത്രിമഴ പോലെ. അതുപോലെ അനിതാ തമ്പിയും ഈ ആലപ്പുഴ വെള്ളം അനിതാ തമ്പിയാണ്. അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഭാവങ്ങളിലൂടെ ആത്മാംശം നൽകി അവരാ വെള്ളമായി തന്നെ മാറുന്നത് ആഴത്തിലുള്ള വായനയിൽ നമുക്ക് മനസ്സിലാകും. ആലപ്പുഴ വെള്ളം എല്ലായിടത്തെ വെള്ളവും പോലെയല്ല. ആ വെള്ളം ശുദ്ധമല്ല. നമുക്കറിയാം, നാട്ടിലൂടെ ആലപ്പുഴ കായലുകളുടെയും നാടാണ്. അതിലൂടെ നടന്നു പോകുമ്പോഴോ അവിടെ ഉള്ളപ്പോഴോ നമുക്കറിയാം നമ്മുടെ നാട്ടിലേതുപോലെയുള്ള ശുദ്ധമായ വെള്ളമല്ല. ആ വെള്ളത്തിൻ്റെ നിറം വേറെയാണ്. നമുക്കത് ഉപയോഗിക്കാൻ ഒരല്പം മടി തോന്നും, ശുദ്ധമല്ലാതെ. എങ്കിൽ പോലും ആ വെള്ളത്തെ അടയാളപ്പെടുത്തുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ് കവി. നമ്മൾ പലപ്പോഴും നാടിനെ അടയാളപ്പെടുത്തുമ്പോൾ ആ നാടിൻ്റെ കുന്നുകൾ, മലകൾ, അല്ലെങ്കിൽ തെളിഞ്ഞ പുഴകൾ, അല്ലെ, അതിൻ്റെ കുറച്ചുകൂടി മേന്മയുള്ള സൗഭാഗ്യങ്ങൾ മാത്രം അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ കവി തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ സ്വന്തമായ ആലപ്പുഴ വെള്ളത്തെ അടയാളപ്പെടുത്തുകയാണ്. അതിന് ചില പോരായ്മകളുണ്ടെന്ന് കരുതി അതിനെ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്. എൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഈ കലങ്ങിയ വെള്ളം എന്ന് ഉറക്കെ പറയുകയാണ് കവി ചെയ്യുന്നത്. ആലപ്പുഴ നാട്ടുകാരി, കരിമണ്ണ് നിറക്കാരി, കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു. കവി ആറ്റൂർ ചോദിച്ചു, വെള്ളം അല്ലേ നല്ലത്? എന്താ പറയണത്? ആലപ്പുഴക്കാരിയായ കരിമണ്ണ് നിറമുള്ള എഴുത്തുകാരി ജലം എന്നെഴുതി. അപ്പോൾ അവരോട് കവിയായ ആറ്റൂർ രവിവർമ്മ ചോദിച്ചു, വെള്ളം എന്ന് എഴുതുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്നാണ്. ആറ്റൂർ രവിവർമ്മയുടെ പേര് പരാമർശിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അനിതാ തമ്പിയെ പോലെയുള്ള കുറേ പുതിയ എഴുത്തുകാരെ സാഹിത്യ ലോകത്തേക്ക് പരിചയപ്പെടുത്തുകയും കൊണ്ടുവരികയും ചെയ്ത അദ്ദേഹമാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചത്. കവി ചോദിച്ചത് ഇതാണ്, ജലം എന്ന് എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന വാക്ക് വെള്ളം അല്ലേ എന്നാണ്. അല്ലേ, ചില പദങ്ങൾ നമ്മുടെ ആത്മാവിൽ തൊടുന്നുണ്ട്. വെള്ളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്? കുടിക്കാനുള്ളത്, അല്ലേ, കുടിക്കാൻ, ജീവിക്കാൻ, ജീവജലം എന്ന് പറയുമെങ്കിലും വെള്ളം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നമ്മുടെ തൊട്ടടുത്തേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അല്ലെ, അമ്മ എന്ന് പറയുമ്പോൾ എത്രയൊക്കെ ഭാവങ്ങളാണ് ഹൃദയത്തിലേക്ക് വരുന്നത്. അതുപോലെയാണ് ജലവും. അതുകൊണ്ടാണ് ചോദിച്ചത്, ജലം എന്ന് പറയുമ്പോൾ ഒരല്പം അകൽച്ചയില്ലേ, വെള്ളം എന്ന് എഴുതുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്നാണ് കവയിത്രിയോട് ചോദിക്കുന്നത്. ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞോല മുടിക്കാരി, തൊണ്ടു ചീഞ്ഞ മണമുള്ള, ഉപ്പു ചേർന്ന രുചിയുള്ള, കടും ചായ നിറമുള്ള കലശി വെള്ളത്തിൻ്റെ മകൾ. ആലപ്പുഴയിലെ വെള്ളം ജലമല്ല എന്നാണ്. പിന്നെയോ, ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞോല മുടിക്ക. ധാരാളം തെങ്ങുകളുണ്ട്, കായലുണ്ട്, തെങ്ങിൻ തോട്ടങ്ങളും തെങ്ങുകളും ഉണ്ട്. ഓല മെടയുന്നത് പോലെ മുടി പിന്നിയ, അല്ലേ, മുടി കെട്ടിയ സുന്ദരമായ പ്രകൃതിയുടെ മനോഹരമായൊരു ദൃശ്യമാണത്. നിറയെ ഓലകളുള്ള, ഓല മെടഞ്ഞ മുടിയുള്ള, തൊണ്ട് ചീഞ്ഞ മണമുള്ള, കയർ വ്യവസായത്തിന് പേരുകേട്ട സ്ഥലമാണത്. കയർ ഫാക്ടറികളാണ് അവിടെ ഉള്ളത് ധാരാളമായിട്ട്. അപ്പോൾ തൊണ്ട് ചീഞ്ഞ മണം, എപ്പോഴും ഇത് ഉണക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ചീക്കുന്ന അതിൻ്റേതായ ഗന്ധം, ആ നാടിൻ്റെ ഗന്ധമാണ് അതെല്ലാം. ആ ഗന്ധമൊന്നും അത്ര ആസ്വാദ്യകരമാണ്, സുഖകരമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എഴുത്തുകാരിക്ക് അതൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. കലങ്ങിയ വെള്ളമാണെങ്കിൽ അവർ പറയുന്നത് നോക്കൂ, ഉപ്പ് ചേർന്ന രുചിയാണ് ആ വെള്ളത്തിന്, കടും ചായയുടെ നിറമാണതിന്, കലശി വെള്ളമാണ്, കലങ്ങിയ വെള്ളമാണ്, അതിൻ്റെ മകളാണ് ഞാൻ, അഭിമാനത്തോടെ പറയണത്. എൻ്റെ വെള്ളം ഇന്നതാണ്, ആ വെള്ളത്തിൻ്റെ കുഞ്ഞാണ് ഞാൻ എന്നാണ്. അപ്പം ജലം എന്ന് പറയുമ്പോൾ അവളുടെ ഹൃദയത്തിലേക്ക് എന്തൊക്കെ വരും? ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ, നിളനാട്ടിൽ, മലനാട്ടിൽ, തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്. ജലം എന്ന് പറയുമ്പോൾ നേരത്തെ ഈ പറയുന്ന വെള്ളമല്ലാതെ തൊണ്ടു ചീഞ്ഞ മണമുള്ള, ഉപ്പ് ചേർന്ന രുചിയുള്ള, കടുംചായ നിറമുള്ള വെള്ളമല്ല. ജലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തെളിഞ്ഞ വെള്ളം, അല്ലേ, കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം. എന്താണ് ആ വെള്ളത്തിൻ്റെ ഓർമ്മകളാണ് എഴുത്തുകാരിയുടെ മനസ്സിലേക്ക് വരണത്. വയനാട്ടിലും, നിളയുടെ നാട്ടിലും, മലനാട്ടിലും, തെക്കൻ നാട്ടിലും ഒക്കെ ഉള്ള നീര്, ജലം, യഥാർത്ഥമായ ശുദ്ധമായ ജലം. പിന്നെ അതെങ്ങനെയാണ്? വാനിൽ നിന്നും അടർന്നത്, നിലം തൊടും മുൻപുള്ളത്. ആകാശത്തു നിന്ന് താഴേക്ക് വീണ് മണ്ണിൽ പതിക്കുമ്പോഴാണല്ലോ അത് പല രൂപത്തിലേക്ക് മാറുന്നത്. പക്ഷെ അതിനു മുൻപുള്ള ഏറ്റവും ശുദ്ധമായ അതിൻ്റെ രൂപം, അതിന് മണമില്ല,
മണ്ണിന് ആഴങ്ങൾ തരുന്നത്, അല്ലേ? മണ്ണിനെ ആഴങ്ങൾ നൽകുന്നത്, നിറമില്ല, ദൂരം ഉയരങ്ങൾ കാണുന്നത്, സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത്. സമതലങ്ങളിൽ വാടിക്കിടക്കുന്നില്ല, അത് താഴ്ന്നു പോകുന്നു എന്നാണ്. ജലമെന്ന അമൂല്യമായ ഒരു സ്വപ്നം, ഒരു ചിന്ത, ഒരു വികാരം, അത് ഞങ്ങളുടെ വെള്ളത്തിന് പകരാനാവില്ല. ഞങ്ങളുടെ വെള്ളം വേറെയാണ്. ജലമെന്ന് ഞാൻ എങ്ങനെ എഴുതുമ്പോൾ, വെള്ളമെന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് എനിക്കത് സാധിക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വെള്ളം എന്ന് എഴുതുമ്പോൾ അവർക്ക് അവരുടെ നാട്ടിലെ വെള്ളത്തെക്കുറിച്ചാണ്, ആലപ്പുഴ വെള്ളത്തെക്കുറിച്ചാണ് എഴുതാൻ സാധിക്കൂ. അതൊരിക്കലും ജലമല്ല എന്നാണ്. ജലത്തിൻ്റെ വിശുദ്ധി അതിനില്ല. എങ്കിലും ആ വെള്ളത്തിൽ എനിക്ക് അഭിമാനിക്കുന്നു, ഞാൻ ആ വെള്ളത്തിൻ്റെ മകൾ തന്നെയാണ്. ആലപ്പുഴക്കാർക്ക് ജലവും വെള്ളവും രണ്ടും രണ്ടാണ്. വെള്ളം എന്നത് അവരുടെ കലങ്ങിയ വെള്ളം, ജലമെന്നത് കുടിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ കിട്ടുന്ന ശുദ്ധമായ ജലം. വീണ്ടും സ്വന്തം നാടിൻ്റെ വെള്ളം, ആ വെള്ളത്തിൻ്റെ പ്രത്യേകതകളാണ് പാടുന്നത്. ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം. നമുക്കറിയാലോ, കുട്ടനാട് വെള്ളപ്പൊക്കം ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെയൊക്കെ സ്കൂളുകൾ തുറന്നാൽ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ വിദ്യാലയങ്ങൾ തുറക്കണത്. നിറയെ ബോട്ടുകളിലാണ് എല്ലാം കൊണ്ടുവരുന്നതും പോകുന്നതും. കായൽപ്പരപ്പുകളാണ് നിറയെ ഉള്ളത്. അപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ തുള്ളും പേമാരിക്കാലത്ത്. പക്ഷെ കടുത്ത വേനലുമുണ്ട്. ചൊരിമണൽ പഴുത്ത് തീ തുപ്പുന്ന മരുക്കാലം, മരുഭൂമിക്കാലം. തീ തുപ്പുന്ന മരുക്കാലം, മണലാണല്ലോ, മണൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കാലവുമുണ്ട്. രണ്ടുമുണ്ട് അവിടെ. ജലദൗർലഭ്യവുമുണ്ട്, മഴക്കെടുതിയുമുണ്ട്. കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം. കവിയുക മഴക്കാലം, കുറുകുക വേനൽക്കാലം. കഷ്ടപ്പെടുന്ന വെള്ളം അവരെ ദുരിതത്തിലഴ്ത്തുന്നു പല രീതിയിലും. ആലപ്പുഴ മറ്റുള്ള ആളുകൾക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, മനോഹരമായ ഭൂപ്രദേശമാണ്, അല്ലേ? പക്ഷേ ആലപ്പുഴക്കാർക്ക് ആ വെള്ളം അവരെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ആ ഒരു വെള്ളത്തെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, കവി ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. പിഞ്ഞാണം ചരുവങ്ങൾ കോരിവയ്ക്കും കുടങ്ങൾ, തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന. ആ വെള്ളത്തിൻ്റെ മണം മാറുന്നില്ല എന്നാണ്. വെള്ളത്തിൻ്റെ ഗന്ധം മാറുന്നില്ല. തേച്ചാലും ഉരച്ചാലും പോകുന്നില്ല. ആ പാത്രങ്ങളിലെ കറ അതെപ്പോഴുമുണ്ട്. പിഞ്ഞാണം ചരുവങ്ങൾ കോരിവെക്കുന്ന കുടങ്ങൾ, അതിലൊക്കെ കറയുണ്ട്. ഈ വെള്ളത്തിൻ്റെ, ശുദ്ധമല്ലാത്ത വെള്ളത്തിൻ്റെ കറയുണ്ട്. വെള്ളത്തിൻ്റെ വേദനയാണത് എന്നാണ്. പ്രയോഗം കുറച്ചുകൂടി ശക്തമാണ്. ആ വെള്ളത്തിൻ്റെ വേദന, വെള്ളം നൽകുന്ന വേദന, അതിൽ വെള്ളത്തിനും ദുഃഖമുണ്ട്. ഭാഗത്ത് ആലപ്പുഴയെ അടയാളപ്പെടുത്തുകയാണ്. കനാലുകൾ, ബോട്ട് ജെട്ടി, കല്ലിരുമ്പു പാലങ്ങൾ, കുളം, കായൽ, വിരിപ്പായൽ, കുളവാഴ പൂച്ചിരി, കുളവാഴകളുടെ ചിരി അതാണ് കേട്ടോ, പൂക്കളുടെ. ചകിരിപ്പൊന്നൊളിയുള്ള, ചകിരിപ്പൊന്ന്, ചകിരി നേരത്തെ പറഞ്ഞതുപോലെ കയറ്, ചകിരിപ്പൊന്നിൻ്റെ പൊന്നുപോലെയുള്ള ചകിരിയുടെ ഒളി പ്രകാശമുള്ള, ഇരുമ്പിൻ്റെ ചുവയുള്ള വ്യവസായശാലകളുണ്ട്. അതിൻ്റെ വിയർപ്പിൻ്റെ വെക്കയുള്ള, അവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആലപ്പുഴ വെള്ളം. ആലപ്പുഴയിലെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, തൊഴിലാളികളുടെ, വ്യാവസായിക വിപ്ലവത്തിൻ്റെ, കയറു വ്യവസായത്തിൻ്റെ ഒക്കെ വെള്ളം. ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു, പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു. ഈ കാഴ്ചകളെല്ലാം, മനോഹരമായ ഈ കാഴ്ചകൾ, ആലപ്പുഴയുടെ സുന്ദരമായ കാഴ്ചകൾ, പക്ഷികൾ, പറക്കുന്ന പക്ഷികളുടെ കാഴ്ചകൾ, പടങ്ങളായി മാറുന്ന കാഴ്ചകൾ. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, തെക്കൻ നീരിൽ ഊരുറച്ചു, എന്നിട്ടും എഴുതുമ്പോൾ, ഓർമ്മയിൽ പരതുമ്പോൾ, ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി. എഴുത്തുകാരി അവിടെ നിന്ന് പോന്നു, അവിടെ നിന്ന് മാറി. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. 10 വർഷം, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, 10 വർഷത്തിലധികം കഴിഞ്ഞു. താമസം മാറ്റി അവിടെ നിന്ന്. തെക്കൻ നീരിൽ ഊരുറച്ചു, താമസം. തെക്കൻ നീര്, നേരത്തെ അവർ പ്രണയിച്ചിരുന്ന, അവർ കൊതിച്ചിരുന്ന, അവർ സ്വപ്നം കണ്ടിരുന്ന ജലം കിട്ടുന്നിടത്തേക്ക് അവരവരുടെ താമസം മാറ്റി. പക്ഷേ എന്നിട്ടും എഴുതുമ്പോൾ, ഓർമ്മയിൽ പരതുമ്പോൾ, ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി. എൻ്റെ ഉള്ളിലെ എൻ്റെ സ്വത്വം, എൻ്റെ ആത്മാവ്, എൻ്റെ ദേശമാണ്. എഴുതുമ്പോൾ ഞാൻ ആലപ്പുഴക്കാരിയാണ്. ആ വെള്ളത്തിൻ്റെ മകളായി ഞാൻ മാറുന്നു. ഞാൻ ഈ ജലത്തിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിലും, ശുദ്ധജലത്തിൻ്റെ നാട്ടുകാരി ആയെങ്കിൽ പോലും, എൻ്റെ ഹൃദയത്തിലും എൻ്റെ ആത്മാവിലും ആഴത്തിൽ അടയാളപ്പെട്ടു പോയ ആലപ്പുഴക്കാരി തന്നെയാണ് ഞാൻ. എഴുതുമ്പോൾ എനിക്ക് എൻ്റെ സ്വത്വത്തിലേക്ക് അതാണ് കടന്നു വരുന്നത്. ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു എന്നാണ്. അവർക്ക് അവരുടെ സർഗാത്മകമായ വേദനകൾ പകർത്താനായി
എന്താണ്, എങ്ങനെയാണ് എന്നാണ്, ഏത് ഭാഷയിലാണ് ഞാനത് എഴുതേണ്ടത്? ആലപ്പുഴയുടെ കടുംചായ നിറമുള്ള ഭാഷയിലാണോ, അത് തെളിഞ്ഞ നീരുള്ള ജലത്തിൻ്റെ ഭാഷയിലാണോ? അവരവരുടെ സ്വത്വം അനുഭവിക്കുന്ന വൈകാരികമായ സംഘർഷമാണ് അല്ലേ. ഒരിടത്ത് സ്ത്രീകളെപ്പോഴും അങ്ങനെയാണല്ലോ, അവരൊരിടത്ത് ജീവിക്കുന്നു, വിവാഹം കഴിയുമ്പോൾ മറ്റൊരിടത്തേക്ക് വേര് പറിച്ച് നടുന്നു. അവർക്ക് രണ്ട് തരത്തിലുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുക. അവരുടെ ജീവിതകാലം, അവർ അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച കാലം, പിന്നെ മറ്റൊരിടത്ത് താമസിക്കുന്ന കാലം. എഴുത്തുകാരിയും അനുഭവിക്കുന്ന ആ ഒരു സംഘർഷമാണ്. അവർ അഭിമാനത്തോടെ ഞാൻ ആലപ്പുഴക്കാരിയാണ്, ആ മണ്ണിൻ്റെ മകളാണ്, ആ വെള്ളത്തിൻ്റെ മകളാണെന്ന് ഉറക്കെ പറയുന്നു. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോഴവർ വേറൊരിടത്ത് താമസം മാറ്റിയപ്പോൾ, ആ നാട്ടുകാരിയായപ്പോൾ, ശുദ്ധജലത്തിൻ്റെ ആളായി മാറിയപ്പോഴും എഴുതാൻ തുടങ്ങുമ്പോൾ അവരുടെ സിരകളിൽ ഉണരുന്നത് ആലപ്പുഴയാണ്, ആലപ്പുഴയിലെ ആ വെള്ളമാണ്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ സംഘർഷം. താൻ യഥാർത്ഥത്തിൽ ആരാണ്, തൻ്റെ സ്വത്വം എവിടെയാണ്, വെള്ളത്തിലാണോ ജലത്തിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ. വിവാഹിതയായ ഏത് സ്ത്രീകളുടെയും ധർമ്മസങ്കടങ്ങളിൽ ഒന്നാണ് അതല്ലേ. ജനിച്ചത് ഒരു സ്ഥലത്ത്, ജീവിക്കുന്നത് മറ്റൊരു സ്ഥലത്ത്, ജനിച്ച സ്ഥലത്തിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ആയിരിക്കാം കുടിയേറി പാർക്കുന്നത്. എഴുത്തുകാരി കുറച്ചുകൂടി തെളിഞ്ഞ വെള്ളം കിട്ടുന്നിടത്തേക്ക് മാറിപ്പോയെങ്കിലും അവരുടെ ആത്മാവിലിരുന്ന് ആലപ്പുഴ വെള്ളം അവരെ മാടി വിളിക്കുകയാണ്. ആ ഒരു സംഘർഷം യഥാർത്ഥത്തിൽ വെള്ളമാണോ ജലമാണോ തനിക്കിണങ്ങുക എന്ന തിരിച്ചറിവ്, അതറിയാൻ പറ്റാത്തതിലുള്ള ഒരു ദാഹമാണ് ഈ കവിതയിൽ ഉള്ളത്. ഈ കവിതയും ദേശത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ്. ഈ യൂണിറ്റിൻ്റെ പേര് തന്നെ ദേശവും എഴുത്തുമെന്നാണ്. അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട 4 പാഠങ്ങളേതുപോലെ തന്നെ ഈ അനിത തമ്പി എന്ന യുവ എഴുത്തുകാരിയും ആലപ്പുഴ, ആ വെള്ളം മോശമായിക്കോട്ടെ, ആ വെള്ളം ശുദ്ധമല്ലാത്തതായിക്കോട്ടെ, പക്ഷേ ആ വെള്ളത്തെ അടയാളപ്പെടുത്തുകയാണ്. ഞാൻ ആ വെള്ളത്തിൻ്റെ മകളാണെന്ന് അഭിമാനത്തോടെ പറയുകയും സ്വന്തം നാടിനെ ചില ചിഹ്നങ്ങളിലൂടെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ചിഹ്നങ്ങൾ ആലപ്പുഴയുടെ സൗന്ദര്യം, ആലപ്പുഴയുടെ വ്യവസായ പുരോഗതി, കയർ വ്യവസായം, അവിടുത്തെ മത്സ്യബന്ധന രീതികൾ, കായലുകൾ, എല്ലാത്തിനെയും ചില പ്രതീകങ്ങളിലൂടെ, കനാലുകൾ, ബോട്ട് ജെട്ടി, കല്ലിരുമ്പ് പാലം, കുളം, കായൽ, വിരിപ്പായൽ, കുളവാഴ, ഓരോരോ കാഴ്ച, ഓരോന്നും ഓരോ ബിംബാണ്. ഓരോ കാഴ്ചയിലും നമുക്ക് ആ നാടിനെ കാണാനായിട്ട് സാധിക്കുന്നു. അതാണ്. അപ്പോൾ ഓർമ്മകളിൽ മാത്രമല്ല ജീവിതത്തിലും ആ നാട് ഒരു വലിയ ശക്തിയായി അവരുടെ ഉള്ളിൽ ഉറയുകയാണ്, നിറയുകയാണ്. ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഒന്ന് പറഞ്ഞു പോവാം. ആലപ്പുഴ ദേശത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആലപ്പുഴയെ മനോഹരമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായിട്ട് ആലപ്പുഴയിലെ വെള്ളമാണ്, ആ വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. തൊണ്ട് ചീഞ്ഞ മണമുള്ള, ഉപ്പ് ചേർന്ന രുചിയുള്ള, കടും ചായ നിറമുള്ള കലശ് വെള്ളം, അതാണ് ആലപ്പുഴയിലെ വെള്ളം. ഇനി അതിൻ്റെ രൂപം പറയുന്നുണ്ട്, മെടഞ്ഞോല മുടിക്കാരി അല്ലേ, രൂപം പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല ആ കാലാവസ്ഥ പറയുന്നുണ്ട്, മഴക്കാലം, വേനൽക്കാലം. ആ 2 കാലത്തും വെള്ളം ആ ജലത്തിന് നൽകുന്ന വേദന, വെള്ളത്തിൻ്റെ വേദന, ചെതുമ്പൽ പോലെ, ആ ഒരു പ്രയോഗം ഞാൻ പറയാൻ വിട്ടുപോയി. ചെതുമ്പൽ എത്ര ഉരച്ചാലും പോവാതെ ചില മീനിൻ്റെ ചെതുമ്പൽ പോലെ അവരുടെ ആ ഒരു അടയാളം, ഒരു കറ, ആ വെള്ളത്തിൻ്റെ കറ അവരുടെ പാത്രങ്ങളിലും മനസ്സുകളിലും കറയായി പടർന്നു കിടക്കുന്നു. വേദനയായി, വെള്ളം നൽകിയ വേദന അത് വെള്ളത്തിൻ്റെ വേദനയായി മാറുന്നു. മറ്റൊന്ന്, അവിടുത്തെ ഓരോ കാഴ്ചകളും ഉണ്ട്. നമ്മൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന എല്ലാ കാഴ്ചകളും അടുത്ത പാരഗ്രാഫ്, കനാല്, ബോട്ട് ജെട്ടി, ഇതൊക്കെ പറഞ്ഞതാണ്. ചകിരിപ്പൊന്ന്, ഇരുമ്പിൻ്റെ ചുവ, വിയർപ്പിൻ്റെ വെക്ക, എല്ലാം ഉണ്ട്. അപ്പോൾ ചില ബിംബങ്ങളിലൂടെ തൻ്റെ നാടിനെ അതിശക്തമായി തന്നെ എഴുത്തുകാരി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ജലവും വെള്ളവും ഒന്നല്ലായിരുന്നു, ഇപ്പോഴും അല്ല. അവ ഞങ്ങൾക്ക് 2 അനുഭവ ലോകങ്ങളാണ്. അത് അവരുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ ഒരു വാക്യമാണ്. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന കവിതാ സന്ദർഭങ്ങൾ ഏതെല്ലാം, അവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 2 പറയുന്നുണ്ട്. അവർ വെള്ളം എന്ന് പറയുന്നത് അവരുടെ വെള്ളമാണ്, ആലപ്പുഴയിലെ വെള്ളം. നമ്മളിപ്പോൾ 2-3 തവണ പറഞ്ഞതാണ്. തൊണ്ടു ചീഞ്ഞ മണമുള്ള, ഉപ്പ് ചേർന്ന രുചിയുള്ള, കടും ചായ നിറമുള്ള കലശ് വെള്ളം എന്നാണ്. ജലം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് വരുന്നത് അഴുക്കില്ലാത്ത ശുദ്ധമായ ജീവജലം ആണ്. അതായത് വയനാട്ടിലും നിളനാട്ടിലും മലനാട്ടിലും ഇപ്പോൾ അവരുള്ള തെക്കൻ നാട്ടിലുമൊക്കെയുള്ള തെളിഞ്ഞ വെള്ളം, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പേയുള്ള ശുദ്ധമായ ജലം, ഈ മണ്ണിനെ പൊന്നാക്കുന്ന തെളിഞ്ഞ ജലം, അതാണ് ജലം. അതുകൊണ്ടാണ് എഴുത്തുകാരി പറയുന്നത് വെള്ളം, ആലപ്പുഴയിൽ ചുറ്റും വെള്ളമുണ്ട്, വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ല എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ചുറ്റും വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാനുള്ള വെള്ളം ഇല്ല. ഈ മഴക്കാലത്തൊക്കെ അവർ ഈ പാത്രങ്ങളിൽ ശുദ്ധജലം ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ഡോക്യുമെൻ്ററിയിൽ കണ്ടതാണ്. അപ്പോൾ ശുദ്ധജലം കിട്ടാനില്ലാത്ത
ഒരു ജനതയുടെ സങ്കടമാണ്. അതുകൊണ്ടാണ് ജലം എന്നവർക്ക് എഴുതാൻ പറ്റാതെ പോകുന്നത്. തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന. വെള്ളത്തിൻ്റെ വേദന എന്ന പ്രയോഗം അത് ശക്തമായ പ്രയോഗമാണ്. ആ വെള്ളം നല്ല വെള്ളമല്ല, കുടിക്കാൻ പറ്റാത്ത വെള്ളമാണ്. നമുക്കറിയാം വെള്ളം നമ്മുടെ ജീവൻ ഏറ്റവും പ്രിയപ്പെട്ടതും ആണ്. എപ്പോഴും നമ്മൾ ശുദ്ധമായ വെള്ളമാണ് നമ്മുടെ കണ്ണുകൾ തേടുക. പക്ഷേ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ല വെള്ളം കിട്ടാനില്ല. അവർക്ക് കിട്ടുന്നത് ഈ മണമുള്ള കായൽ വെള്ളമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും ആ വെള്ളം എടുത്താൽ അതിൻ്റെ കറയുണ്ടാകുന്ന ആ ഹൃദയത്തിൽ അവരുടെ മനസ്സിലും ആത്മാവിലുമൊക്കെ ആ വെള്ളം ഒരു കറയായി വന്ന് വീഴുന്നു. വെള്ളത്തിനും അതിൽ ദുഃഖമുണ്ട്. വെള്ളം നൽകുന്ന വേദനയാണ്, അത് വെള്ളത്തിൻ്റെ വേദന കൂടിയാണ് എന്നാണ്. ആ കവിതാഭാഗങ്ങളിലൊക്കെ ആത്മാംശം കൂടി ആഴത്തിലുള്ള വായനയിൽ കണ്ടെത്താം. ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞോല മുടിക്കാരി, തൊണ്ടു ചീഞ്ഞ മണമുള്ള, ഉപ്പു ചേർന്ന രുചിയുള്ള, കടും ചായ നിറമുള്ള കലശ് വെള്ളത്തിൻ്റെ മകൾ. വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം വരികളിൽ പ്രതിഫലിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം അവർ പറയുന്നത് എത്ര അഭിമാനത്തോടെ പറയണത്, ഞാൻ ആലപ്പുഴ നാട്ടുകാരിയാണ്, മെടഞ്ഞോല മുടിക്കാരിയാണ്. അത് നാടാണ്. ആ നാടിൻ്റെ പ്രകൃതി ഭംഗിയാണ്. ഓലകൾ, തെങ്ങ്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതാണ് മുടി മെടഞ്ഞിട്ട ഒരു രൂപം അല്ലേ. തൊണ്ട് ചീഞ്ഞ മണമുള്ള, ഉപ്പ് ചേർന്ന രുചിയുള്ള, കടും ചായ നിറമുള്ള കലശ് വെള്ളത്തിൻ്റെ മകൾ ആണ് ഞാൻ എന്നാണ്. ഞാൻ ആലപ്പുഴയുടെ മകളാണ്. അതത്ര തെളിഞ്ഞ വെള്ളമല്ല, അത്ര ശുദ്ധമായ. പലരും അതൊക്കെ പറയാൻ മടിയല്ലേ. കാരണം എൻ്റെ ഐഡൻറ്റിറ്റിയിൽ അല്പസ്വല്പം മാലിന്യം ഉണ്ടെന്ന് വിളിച്ചു പറയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും നല്ലത് മാത്രം, സുഖകരമായത് മാത്രം പൊതിഞ്ഞു വെച്ച് പറയാനാണ് ആളുകൾക്ക് ഇഷ്ടം. പക്ഷേ പുതിയ എഴുത്തുകാർ അങ്ങനെയല്ല. ധൈര്യപൂർവ്വം അവരെല്ലാത്തിനെയും അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തൻ്റെ വെള്ളം കുടിക്കാൻ പറ്റാത്തതാണ്, പക്ഷേ ആ വെള്ളത്തിൻ്റെ മകൾ തന്നെയാണ്, എന്നെ രൂപപ്പെടുത്തിയത് ആ വെള്ളമാണ് എന്ന് അഭിമാനത്തോടെയാണ് കവി പറയുന്നത്. അപ്പോൾ ആ ദേശം കവിയെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. വരികളിൽ സൂചിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കവി എത്തിച്ചേർന്നത് എന്തുകൊണ്ടാവാം? കവിതയിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ജലമാണോ വെള്ളമാണോ? അവർക്ക് ദാഹിക്കുന്നുണ്ട് എഴുതുമ്പോൾ. അവരുടെ സർഗാത്മകമായ ദാഹമാണ്, അത് എഴുത്താണ്. ആ എഴുത്തിൽ അവർ സംശയിക്കുന്നത് എനിക്കിപ്പോൾ എന്താണ് എഴുതേണ്ടത്, ജലം എന്ന് എഴുതണോ വെള്ളം എന്ന് എഴുതണോ? അതാണ് അവരുടെ സംശയം. അവരോട് ആറ്റൂർ രവിവർമ്മ ചോദിക്കുന്നത് വെള്ളം എന്ന് എഴുതാനാണ്. അവർക്ക് അപ്പോൾ അത് എഴുതാൻ പോകാൻ പറ്റാതെ ഇരുന്നത് വെള്ളം എന്ന് പറയുമ്പോൾ ആലപ്പുഴയിലെ വെള്ളമാണ് അവർക്ക് ഓർമ്മ വരിക. ആ വെള്ളം ശുദ്ധമല്ല, തനിമയുള്ളതല്ല. അതുകൊണ്ട് അത് എഴുതാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ്. എന്നാൽ ജലം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ശുദ്ധമായ ജലമാണ്. ഇന്ന് അവർ താമസിക്കുന്നത് ശുദ്ധജലമുള്ള സ്ഥലത്താണ്. എങ്കിലും എഴുതുമ്പോൾ അവരിലെ കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുന്നു, കലങ്ങിയ വെള്ളം ഊറി വരുന്നു. കാരണം അവരിപ്പോഴും ആലപ്പുഴക്കാരിയാണ്. അവരവരുടെ സ്വത്വത്തിൽ അഭിമാനിക്കുന്നു. ആ സ്വത്വത്തെക്കുറിച്ച് തന്നെ എഴുതാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അവരുടെ ഹൃദയത്തിൽ ഒരു സംഘർഷം നടക്കുന്നു. ആലപ്പുഴക്കാരിയായി എഴുതണോ, ഈ ശുദ്ധജലത്തിൻ്റെ പാട്ടുകാരിയായി മാറണോ എന്നാണ്. അവരുടെ ആത്മാവ് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമാണത്. അത് എല്ലാ സ്ത്രീകളുടെയും സംഘർഷമാണ്. കൂടുവിട്ട് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്ന എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു സംഘർഷം കൂടിയാണ് അത്. ഇവിടെ മറ്റൊന്നും കൂടിയുണ്ട്. അവർ കലങ്ങിയ വെള്ളത്തിൻ്റെ മകളാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ വെള്ളത്തെ ഇഷ്ടപ്പെടാനും അവർ ശ്രമിക്കുന്നുണ്ട്.